ഇന്നലെ നമ്മുടെ ലൈവില് അനുമോള് ആദില നൂറ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് വിവാഹത്തെക്കുറിച്ച്. 2 വർഷത്തിനുള്ളിൽ വിവാഹം കഴിക്കണമെന്നാണ് ജോത്സ്യൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മുടെ അനു പറയുന്നത്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നൂറ ചോദിക്കുന്നുണ്ട് അനുവിനോട്, എങ്ങനത്തെ പയ്യനെ വേണമെന്നാണ് നിനക്ക് ആഗ്രഹമെന്ന്. അപ്പൊ അനു തിരിച്ചും പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാവണം, നല്ല ഹൃദയത്തിനുടമയാകണം, അതിലുപരി എന്നെ നന്നായി സ്നേഹിക്കാൻ കഴിയണം. അടുത്തത് നമ്മുടെ ആദിലയും നൂറയും ചോദിക്കുന്നത് എത്ര കുട്ടികൾ വേണമെന്നാണ്. അപ്പോൾ അനു അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ ചേച്ചിക്ക് ഒരു മോനേ ഉള്ളൂ, എനിക്ക് 2 പെൺകുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ അനു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും എനിക്ക് ആദ്യം ഇട്ട പേര് ആര്യ എന്നായിരുന്നു, പിന്നെയാണ് അനു എന്ന് എന്നെ മാറ്റി വിളിച്ചത്. അനു എന്ന പേര് എനിക്ക് ഇട്ടതോടെ ഞങ്ങൾ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. അത് ആൺകുട്ടികളുടെ പേരാണ് പറഞ്ഞായിരുന്നു എന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരും കളിയാക്കിയത്. അങ്ങനെ എന്റെ അച്ഛൻ എനിക്കൊരു മോളും കൂടി ഇട്ടു. അങ്ങനെയാണ് എൻ്റെ പേര് അനുമോൾ എന്നായത്. എൻ്റെ ചെറുപ്പത്തിലെ പേര് കാർത്തു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ തന്നെയും കാർത്തു എന്നും കൂടെ കൊടുത്തിരിക്കുന്നത്. കാർത്തു എന്ന പേര് കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അയൽവാസി ചേട്ടന്മാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയും കാറി തുപ്പിക്കൊണ്ട് എന്നെ കളിയാക്കും. കാർത്തു എന്ന് പറയുമ്പോൾ കാറി തുപ്പി എന്നൊക്കെ പോലെ തോന്നുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും എന്നെ കളിയാക്കിയത്. എന്നാൽ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം തന്നെയാണ് കേട്ടോ. മിനി സ്ക്രീനിലേക്ക് എത്തിയതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായത്. അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മിനി സ്ക്രീനിലേക്ക് എത്തിയതിന് ശേഷം പേര് മാറ്റേണ്ടേ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ അനു എന്നുള്ള പേര് തന്നെയാണ് ഇഷ്ടം. ഞാനത് ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. ഇതെൻ്റെ ഐഡന്റിറ്റിയാണ് എന്നായിരുന്നു അനുവിൻ്റെ വാക്കുകൾ.